ആ, നമ്മോട് വ- നമ്മോട് വചനം സംസാരിക്കുന്നത് മിസ്സസ് ജിഷ റെജി. ജിഷ കൊച്ചമ്മ. ആ, ദീപ പറഞ്ഞതുപോലെ ജിഷ കൊച്ചമ്മയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം. 2014 മെയ് മാസം മുതൽ 2017 ഏപ്രിൽ വരെ നമ്മുടെ ഇടവകയുടെ വികാരിയായി റെജിയച്ചനും കുടുംബമായി സേവനമനുഷ്ഠിച്ചിരുന്നല്ലോ. ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റെജിയച്ചനും ജിഷ കൊച്ചമ്മയും അവരുടെ 3 മക്കൾ അക്സ, ജെയ്സ ആൻഡ് എസ്റ്റർ, അതായത് നമ്മുടെ അമ്മു, മാളു ആൻഡ് ചിന്നുകുട്ടി, അവര് കുടുംബമായിട്ട് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുകയും നമ്മോടൊപ്പം അനുഗ്രഹകരമായ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. നാട്ടിലേക്ക് മടങ്ങിപ്പോയ ശേഷമുള്ള അച്ഛൻ്റെ ആക്സിഡന്റും അതിനോടനുബന്ധിച്ച് കുടുംബമായിട്ട് അവർ കടന്നുപോയ പ്രയാസ സാഹചര്യങ്ങൾ നമുക്ക് പരിചിതമാണല്ലോ. അച്ഛൻ്റെ സൗഖ്യത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മെ ശുശ്രൂഷിച്ചവർ, പ്രത്യേകിച്ച് നമ്മളെ ആത്മീയമായിട്ട് നയിച്ചവർ, അവരുടെ കഷ്ടതയുടെ നടുവിലും അവരെ ഓർക്കുവാനും അവരുടെ അനുഗ്രഹകരമായ ജീവിതത്തിനായി പ്രാർത്ഥിപ്പാനുമുള്ള കടമ നമുക്കുണ്ടല്ലോ. അച്ഛൻ ഇപ്പോൾ സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ കറ്റാനം, അച്ഛനും കൊച്ചുമ്മയും കുടുംബമായിട്ട് അവര് കറ്റാനം ഹോസ്പിറ്റലിലെ ചാപ്ലിനായിട്ട് ജോലി ചെയ്യുന്നു. നമ്മുടെ സഭയുടെ ഒരു നഴ്സിംഗ് സ്കൂളും ഒക്കെ അവിടെ ഉണ്ടല്ലോ കറ്റാനത്ത്. അവിടെ അവർ ചേർന്ന് പ്രവർത്തിക്കുന്നു. കൊച്ചമ്മ വളരെ തിരക്കുകളുടെ നടുവിലും, അതായത് അച്ഛനോട് കൂടെ തീയിൽ കൂടി കടന്നുപോയ സാഹചര്യങ്ങളെ കുറിച്ച്, നേരിട്ട അനുഭവങ്ങളെ കുറിച്ചൊക്കെ കൊച്ചമ്മ വിശ്വാസ പോരാട്ടങ്ങൾ കൊച്ചമ്മയുടെ ടെസ്റ്റിമണിയിൽ കൂടി കേൾക്കുവാനായിട്ട് എനിക്ക് ഇടയായിട്ടുണ്ട്. പ്രാർത്ഥനയില് കുടുംബമായിട്ട് അവരെ സമർപ്പിച്ച് ഓർക്കുന്നു. അതുപോലെ കൊച്ചമ്മ വളരെ തിരക്കുകളുടെ നടുവിലാണ് നമുക്കറിയാം അച്ഛൻ്റെ പരിചരണം, അതുപോലെ കുഞ്ഞുങ്ങളുടെ പഠിത്തം, അവരെ ശുശ്രൂഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാ ഇടയിലും കൊച്ചമ്മ ഇന്ന് നമ്മളോട് ചേർന്ന് ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കാമെന്ന് വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. അതുപോലെ അതിരാവിലെ എഴുന്നേറ്റ്, പ്രയാസപ്പെട്ടാണെങ്കിലും ഇന്ന് അതിരാവിലെ പിള്ളേരെയൊക്കെ ഒരുക്കി വിടേണ്ടതാണ്, എങ്കിലും ഇന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കൂടെ ആയിരിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ കൊച്ചമ്മ ഒരു ടീച്ചർ ബൈ പ്രൊഫഷൻ, നല്ല പാട്ടുകാരിയാണ്. അങ്ങനെ പലതും കൊച്ചിനെക്കുറിച്ച് പറയാനുണ്ട്, എങ്കിലും അതോടെ ഞാൻ നിർത്തുവാണ്. ഫിലഡൽഫിയ മാർത്തമ്മ സേവികാ സംഘത്തിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് കൊച്ചമ്മയെ സ്വാഗതം ചെയ്യുന്നു, മെസ്സേജിനായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും കേൾക്കാമോ? കേൾക്കാം കൊച്ചമ്മേ. എനിക്ക് എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന് അറിയത്തില്ല. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, കർത്താവേ, രാവിലെ സമയത്ത് കർത്താവേ നിന്റെ സന്നിധിയിൽ എടുത്തു വരുവാൻ ഒരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഉള്ളങ്ങളെ അവിടുന്ന് അറിയുന്നു. കർത്താവെ, ഞങ്ങളുടെ നിലവുകളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നു നീ അറിയുന്നു. കർത്താവെ, എല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വചനം പറയുവാൻ അടിയനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കേൾക്കുന്നവർക്ക് കർത്താവെ അത് ജീവിതത്തിൽ അത് പ്രയോജനമായി തീരുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കുവാൻ ഞങ്ങൾ ഇടയാക്കണമേ. എല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മഹത്വോടുന്ന് സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ എന്ത് ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ ഒക്കെ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടി കടന്നുപോയി. നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ എന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ഒരു മനുഷ്യനെയും കാണാനായിട്ട് സാധിക്കില്ല. സങ്കീർത്തനം വായിച്ചു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ആണല്ലോ സങ്കീർത്തനം വായിച്ചത്. ഞങ്ങളുടെ ജീവിതത്തില് ദൈവത്തിങ്കിലേക്ക് കണ്ണുയർത്തി നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം ഉത്തരമരുളുമെന്നുള്ള ഒരു സാക്ഷി മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഒത്തിരി എനിക്ക് വചനമൊന്നും ഭയങ്കരമായിട്ട് അറിയുകയോ വചന പ്രാസംഗികയോ ഒന്നുമല്ല. എന്നാൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്നപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ ദൈവം തമ്പുരാൻ അതിന് ഉത്തരം നൽകി. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. അച്ഛന് പല അവസ്ഥകൾ കൂടി കടന്നുപോയി. എനിക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാം മെഡിക്കൽ ഫീൽഡാണ്. അതുകൊണ്ട് ഞാനൊരു ടീച്ചിങ് പ്രൊഫഷനാണെന്ന് സുമ ആന്റി പരിചയപ്പെടുത്തി. ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയാം, അല്ലെങ്കിൽ പിന്നെയും മറന്നുപോകും. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്കറിയാം.
ഞങ്ങളെ ഫിലാഡൽഫിയ മർത്തോമ ചർച്ചിലെ ഒരുപാട് പേര് വിസിറ്റ് ചെയ്ത് ഞങ്ങളെ കണ്ടു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിളിച്ച് ഞങ്ങളെ ഒരുപാട് പേര് വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ തിരക്കി. ബിജു അച്ഛൻ പല കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. ഇത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ജീവിതത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എല്ലാരെയും അവിടുന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെ ദൈവം ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടെ റെജി അച്ഛന്റെയും കുഞ്ഞുങ്ങളുടെയും എന്റെയും പേരിൽ നന്ദി പറയുന്നു. ഞാൻ മെഡിക്കൽ ഫീൽഡ് അല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ എല്ലാവരെയും കാണുന്നത് തന്നെ ഞാൻ ഫിലാഡൽഫിയ മർത്തോമ ചർച്ചിൽ വന്നതിന് ശേഷമാണ്. ഏത് കാര്യം നമ്മൾ പറഞ്ഞാലും അത് മെഡിക്കലി ഒരു ആൻസർ പള്ളിയിൽ ഓരോ വ്യക്തികളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുവാൻ ഒരു മെഡിക്കൽ പ്രൊഫഷൻ ആയതുകൊണ്ടായിരിക്കും. ഞാൻ ആ ഒരു പ്രൊഫഷനിൽ പോയിട്ടില്ല. എന്നാൽ ദൈവം മനസ്സിലാക്കി തന്നു അത് എന്താണ് ഈ വെന്റിലേറ്റർ, എന്താണ് ICU, എന്താണ് ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒത്തിരി പ്രസംഗിക്കാറുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ പതറരുത്, ധൈര്യമായിട്ട് നിൽക്കണം എന്നൊക്കെ നമ്മൾ പലരും പ്രസംഗിക്കുന്നത് ഞാനും ഉൾപ്പെടെ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾക്ക് സ്വന്തം അനുഭവം വരുമ്പോഴാണ് ഇത് എത്രത്തോളം അതിന്റെ ആഴം ഉണ്ടെന്ന് മനസ്സിലാകും. രുചിച്ചറിയുവാൻ, ദൈവത്തെ രുചിച്ചറിയുവാൻ ഒത്തിരി കണ്ണുനീർ ജീവിതത്തിൽ വീണ ഒരു അവസരം കൂടിയാണ്. നമ്മളൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ കരയാറുണ്ടെന്നാൽ ആ ഒരു കരച്ചിൽ, യഥാർത്ഥ കരച്ചിൽ, നമ്മളുടെ ജീവിതത്തിൽ വിഷമം, പ്രതിസന്ധി പറഞ്ഞാൽ നമ്മളുടെ നമുക്കൊരു അനുഭവം ഉണ്ടാകും. ഒരുപാട് സന്തോഷമായിട്ട് മുന്നോട്ട് പോയ ഒരു കുടുംബം. എന്നാൽ പെട്ടെന്ന് നമ്മൾ ഒട്ടും നനച്ചിരിക്കാതെ ഒരു പ്രതിസന്ധി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. വളരെ സന്തോഷകരമായി റെജിയച്ഛനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരു വിഷമകരമായ അവസ്ഥയിൽ കൂടി ഞാൻ വിവാഹം കഴിഞ്ഞതിൽ പിന്നെ കടന്നു പോയിട്ടില്ല. അത്രയ്ക്ക് കെയറും എല്ലാ കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്നെ ആയാലും എല്ലാം നല്ല കെയറോടുകൂടി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി, എല്ലാം അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് ജീവിതം നയിച്ചുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് പ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നു. നമ്മളെപ്പോഴും പറയും പ്രതിസന്ധി വരുമ്പോൾ ദൈവത്തെ വിളിക്കും. എന്നാൽ എനിക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, ദൈവസന്നിധിയിൽ നമ്മളുടെ മുട്ടുകളെ മടക്കിയാൽ ദൈവം തമ്പുരാൻ അതിന് നമുക്ക് ഉത്തരമരുളും. എൻ്റെ ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. ഞാൻ അച്ഛൻ വെന്റിലേറ്ററിൽ കിടന്ന സമയത്ത് ഒരുപാട് ഭാരപ്പെട്ട് ഒക്കെ ICU വെളിയിലൊക്കെ ചെലവഴിച്ച സമയങ്ങളിൽ ഒത്തിരി അധൈര്യപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ട്. അച്ഛൻ പല പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയി. എന്നാൽ ആ സമയത്ത് ഞാനൊരു പാട്ട് കേൾക്കുവാനായിട്ടിടയായി. അത് വേറെ ഒന്നുമല്ല, അതിന്റെ അർത്ഥം ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന്. ആ ഒരു പാട്ട്, അത് സമയമുണ്ടെങ്കിൽ ആ പാട്ടൊന്നും എല്ലാവരും കേൾക്കണം. അത് അവിടെ ഇരുന്ന് പഠിച്ചു. ആ ICU വെളിയിൽ ഇരുന്ന് പഠിച്ച് അവിടെ ഇരുന്ന് പാടി റെക്കോർഡ് ചെയ്തു. അത് പ്രകാരമാണ്: എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആകാശഭൂമികൾക്കെല്ലാം അതിഹേതുവായവൻ നീയേ. ആശ്രയം നിന്നിൽ ആയത് മുതലൻ അതികളകുന്നു ആശ്രയം നിന്നിൽ
ആയത് മുതലൻ ആദികളകന്നു പാരാ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എൻ കൺകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി എൻ കൺകളുയർത്തി ഞാൻ നോക്കും എൻ കർത്താവേ നിന്ദയക്കായി എണ്ണിയാൽ തീരാൻ മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും എണ്ണിയാൽ തീരാൻ മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും എൻ ദേഹം മണ്ണിൽ മറഞ്ഞാലും ഞാൻ ജീവനോടിരുന്നാലും നീ വരും നാളിൽ നിന്നോടണഞ്ഞും ആനന്ദിച്ചാർത്തിടും ഞാൻ നീ വരും നാളിൽ നിന്നോടണഞ്ഞും ആനന്ദിച്ചാർത്തിടും ഞാൻ എനിക്കൊത്താശ വരും പർവ്വതം കർത്താവേ നീ മാത്രമെന്നാളുമേ. ഇത് പല ദിവസങ്ങളിലും ഞങ്ങളെ വല്ലൂർ എല്ലാവർക്കും അറിയാം, കിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങള് ഒരു 65 ദിവസം കിംസ് ഹോസ്പിറ്റലായിരുന്നു. ഒരു 50 ദിവസം അച്ഛൻ ICUയിൽ കൂടി കടന്നുപോയി, 20 ദിവസം ഒരു വെന്റിലേറ്ററിൽ കൂടി കടന്നുപോയി. എന്നാല് വളരെ പ്രതിസന്ധികള്, വളരെ പ്രയാസങ്ങളൊക്കെ നേരിട്ട അനുഭവങ്ങളാണ്. അച്ഛനെ വെല്ലൂരോട്ട് കൊണ്ടുപോകാനൊക്കാത്തൊരവസ്ഥ ആണെന്നൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞത്. പിന്നെ എല്ലാവരും തീരുമാനിച്ച് വെല്ലൂരോട്ട് കൊണ്ടുപോവുകയും അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ, വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നുപോയി. അത് എനിക്ക് ഈ ഒരു സമയമൊന്നും തികയത്തില്ല എന്നൊക്കെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമയം തികയത്തില്ല. അതുപോലെ പ്രശ്നങ്ങൾ കൂടി കടന്നുപോയി. അല്ല, അതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ ബലം നൽകി, ധൈര്യപ്പെടുത്തി. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. മരണത്തിന്റെ താഴ്വരയിൽ കൂടി കടന്നുപോയി ദൈവം തമ്പുരാൻ ഉയർപ്പിച്ചു. ആ ഒരു സന്തോഷം അത് എത്ര വർണ്ണിച്ചാലും മതി വരില്ല. ഞാൻ വല്ലൂരൊക്കെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടു. എന്നാല് പല വിധത്തില് സ്പൈനൽ കോഡ് ഇഞ്ചുറി, ഹെഡ് ഇഞ്ചുറി, പല വിധത്തിലുണ്ട്. അങ്ങനെയൊക്കെ കാണാനായിട്ടായിരിക്കും ദൈവം ഞങ്ങളെ അവിടെ കൊണ്ടുപോയത്. ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുമ്പോൾ നമ്മളൊന്നും ഇതിനെപ്പറ്റി ചിന്തിക്കത്തില്ല. എന്നാല് കിംസിൽ വെന്റിലേറ്ററിൽ ICUയിലൊക്കെ അച്ഛൻ കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി പലര് ICUയിലൊക്കെ കിടക്കുന്നു. ഒരുപാട് പേരെ പരിചയപ്പെടാനും ഒരുപാട് പേരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ ദൈവം തമ്പുരാൻ ഇടയായി. എനിക്ക് അനേകരെ ധൈര്യപ്പെടുത്താനായിട്ട് സാധിച്ചു. എനിക്ക് അതിൻ്റെ ഒരു മിടുക്ക എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ദൈവം തമ്പുരാൻ അവിടെയൊക്കെ എന്നെ ഉപയോഗിച്ചു. നമുക്ക് ദൈവം തമ്പുരാൻ ഓരോരുത്തരെയും വിളിച്ച് ബലപ്പെടുത്തി ഒന്നും സംഭവിക്കത്തില്ല, ദൈവം തമ്പുരാൻ സൗഖ്യമാക്കുമെന്ന് പറയാൻ ദൈവം തമ്പുരാൻ എന്നെ ബലപ്പെടുത്തി ഓരോ വ്യക്തികളോടും അടുപ്പിച്ചത്. അതൊക്കെ എന്തോ എന്റെ കഴിവും മിടുക്കൊന്നുമല്ല, ദൈവം തമ്പുരാൻ അവിടെ ഉപയോഗിച്ചാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. വല്ലൂർ മെഡിക്കൽ കോളേജിൽ അനേകരെ കാണുവാനായിട്ട് ഭാഷ ഒരു പ്രശ്നമാണെങ്കിലും ഒരു ഭാഷ ദേശക്കാരും പല ദേശക്കാരൊക്കെയാണ് കണ്ടത്. എന്നാൽ ഓരോരുത്തരെയും ഓരോ റൂമിൽ ചെന്ന് വിസിറ്റ് ചെയ്ത് അവരെയൊക്കെ ധൈര്യപ്പെടുത്താനൊക്കെ എന്നെ ദൈവം തമ്പുരാൻ ഉപയോഗിച്ചു. നമ്മൾ ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തത് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. എല്ലാവർക്കും കേൾക്കാമോ? നമ്മള് ദൈവം തമ്പുരാന് നമ്മളെ സ്നേഹിച്ചു, നമ്മളും ദൈവത്തെ സ്നേഹിക്കുന്നു. എന്നാല് നമ്മൾ ഇന്ന് ഞാനൊരു ചെറിയ ടോക്ക് എടുക്കാനായിട്ട് ഒരുപാട്
വലിയൊരു ടോക്കിനെ പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. എനിക്ക് സാക്ഷ്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങിയാൽ എനിക്ക് തീരത്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചത് എൻ്റെ ഒരു സാക്ഷ്യത്തിന്റെ അവസാനം അനേകരുടെ പ്രാർത്ഥനയാണ് ബലപ്പെടുത്തിയത്. തീർച്ചയായിട്ടും എനിക്ക് കിംസ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴേ ഒരു കൊച്ചമ്മ എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്തോ ചെയ്യുക, വെളിയിൽ ICUലൊക്കെ വെളിയിലൊക്കെ ഇരിക്കുമ്പോൾ. കൊച്ചമ്മ മറ്റൊന്നിനെയും പറ്റി ചിന്തിക്കേണ്ട, ദൈവത്തെ പ്രാർത്ഥിക്കുക, വചനം കേൾക്കുക, പാട്ടൊക്കെ കേൾക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ആള് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ദൈവം തമ്പുരാൻ ആ കൊച്ചമ്മയെ ഉപയോഗിച്ചതാണ്. കൊച്ചമ്മ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. എന്നെ എത്ര കോൾ ചെയ്തു, എത്ര മെസ്സേജ് ചെയ്തു എന്ന് എനിക്ക് നിശ്ചയമില്ല. ഇപ്പോഴും എൻ്റെ ഫോണിൽ ആ മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഒത്തിരി ബലപ്പെടുത്തി. വിളിച്ചിട്ട് എന്നോട് പറയും, ആ അച്ഛന്റെ പ്രസംഗം കേൾക്കുക, ഈ അച്ഛന്റെ പ്രസംഗം കേൾക്കുക, എന്നിട്ട് ഓരോ ലിങ്കുകളൊക്കെ എനിക്ക് അയച്ചു തരും. എനിക്ക് അത്ര അറിയത്തില്ല, എന്നെ ഒത്തിരി ബലപ്പെടുത്തി. ദൈവം ബലപ്പെടുത്തി. അനേകരുടെ പ്രാർത്ഥന നമ്മളെ ബലപ്പെടുത്തും. നമ്മൾ പലരോടും പ്രാർത്ഥിക്കാനൊക്കെ ആവശ്യപ്പെടും. എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നുപോകും. എന്നാൽ റെജി അച്ഛന്റെ ഒരവസ്ഥ വന്നപ്പോൾ അനേകർ അറിയാത്ത ആൾക്കാർ കൂടെ, അറിയാത്ത വ്യക്തികൾ കൂടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചു. അനേകർ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ദൈവം തമ്പുരാൻ ഇപ്പോഴും അച്ഛൻ എല്ലാ കാര്യങ്ങളും അച്ഛൻ ഇപ്പോഴും കുടുംബത്തിന്റെ നേതൃത്വം അച്ഛൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. ദൈവം തമ്പുരാൻ അതിനിടയാക്കി. ഒത്തിരി വല്ലാത്ത അവസ്ഥയിൽ കൂടി കടന്നുപോയി, എഴുന്നേൽക്കാത്ത അവസ്ഥയിൽ കൂടി കടന്നുപോയി. അതൊക്കെ ദൈവം തമ്പുരാൻ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട്, സ്നേഹിക്കുന്നവരെ ദൈവം ശിക്ഷിക്കുന്നു നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യം. ഞാൻ ആരോടും വായിക്കാൻ പറയുന്നില്ല. യേശു മാർത്തയെയും മറിയയെയും ലാസറിനെയും സ്നേഹിച്ചു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. എന്നാൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്. ദൈവം സ്നേഹിക്കുന്നു, ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നു. യേശു മാർത്തയെയും മറിയയെയും ലാസറിനെ സ്നേഹിച്ചു എന്ന് പറയുന്ന വാക്യം, അത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. നമ്മൾ ആ കുടുംബത്തിലോട്ട് നോക്കുമ്പോൾ രോഗവും ദുഃഖവും ഒക്കെ ആ കുടുംബത്തെയും വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ അനേക കുടുംബങ്ങൾ ബൈബിളിൽ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദൈവത്തെ അറിയുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ. നമ്മൾ ഇയ്യോബിനെ, റെജി അച്ഛൻ എപ്പോൾ പ്രസംഗിക്കുമ്പോഴും ഇയ്യോബിന്റെ കാര്യം പറയും. ഏറ്റവും കൂടുതൽ ഒരു ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണ് ഇയ്യോബ്. ആ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്നത് കൂടുതൽ ദൈവത്തെ അറിയുന്നവർക്കാണ്. ആ കുടുംബം നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നു പോകും. അവിടെ മരണം സംഭവിച്ചു. എന്നാലും നമ്മൾ വിചാരിക്കും അത് യേശു കർത്താവ് കയറി ഇറങ്ങിയ ഒരു ഭവനമായിരുന്നു. അവിടെ എങ്ങനെ സംഭവിച്ചു നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് എത്ര ആയാലും നമുക്കത് മനസ്സിലാകത്തില്ല. ഏറ്റവും കൂടുതൽ കർത്താവ് കയറി ഇറങ്ങിയ ഒരു ഭവനം, ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു കുടുംബം. അത് നമ്മുടെ കർത്താവിന്റെ അമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയയോട് ശിമോൻ പറഞ്ഞ വാക്ക് ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 35-ാം വാക്യത്തില് ഇപ്രകാരം പറഞ്ഞു, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും. അതായത് മറിയ ഏറ്റവും കൂടുതൽ ഒരു വിശുദ്ധയായ ഒരു സ്ത്രീ, അവരുടെ ജീവിതത്തിലും വലിയ വലിയ പ്രശ്നങ്ങൾ അവർ നേരിട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മുന്തിരിച്ചെടിയുടെ ദൃഷ്ടാന്തം കർത്താവ് വിവരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യം ഇപ്രകാരം പറയുന്നു, ഫലം കായ്ക്കുന്നതൊക്കെയും അധികം കായ്ക്കേണ്ടതിനെ ചെത്തി വെടിപ്പാക്കുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്? പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. 3 വർഷം അവിടെ ഇരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ കൂടി കടന്നുപോയ അനേകരുണ്ട്. പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ, മധ്യസ്ഥ പ്രാർത്ഥനകൾക്കൊക്കെ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. എങ്കിലും പല കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ എന്തുവാണ് ചെയ്യുന്നത്? നമ്മൾ ദൈവത്തെ വിളിക്കുന്നു, നമ്മൾ മറ്റുള്ളവരോട് പറയുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പറയാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ആരോടും പറയാതെ ദൈവത്തോട് മാത്രം പറഞ്ഞ് കരയുന്നവരുണ്ട്. എന്നാൽ എനിക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും, നമ്മൾ പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരോട് പറയുക,
നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവം തമ്പുരാൻ അവിടെ പ്രവർത്തിക്കും. ഇവിടെ പറയുന്നുണ്ട്, ഒട്ടും താമസിയാതെ കർത്താവിനെ അറിയിച്ചു നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കും. കർത്താവിൽ അവർക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു, ആ കുടുംബത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. സങ്കീർത്തനം നോക്കുമ്പോൾ സങ്കീർത്തനം 107 അധ്യായം 6 വാക്യം, 13 വാക്യം, 19 വാക്യം, 28 വാക്യം ഇപ്രകാരമാണ്: അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ കഷ്ടതയിൽ നിന്ന് വിടുവിച്ചു. നമ്മള് കഷ്ടതകൾ വരുമ്പോൾ നമ്മൾ നിലവിളിക്കും. എൻ്റെ ജീവിതത്തില്, ഞങ്ങളുടെ ജീവിതത്തില് നിലവിളിക്കുന്ന അനുഭവങ്ങൾ, സന്ദർഭങ്ങൾ ഒരുപാട് ഉണ്ടായി. അത് പലയിടത്ത് പല മീറ്റിങ്ങിലൊക്കെ ഞങ്ങൾ സംസാരിച്ചാണ് അതിനെപ്പറ്റി. ചിലരൊക്കെ കേട്ട് കാണുമായിരിക്കാം. അച്ഛന് വെന്റിലേറ്ററിൽ കിടന്ന സമയത്ത് അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ വ്യക്തത ഇല്ലാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞു, വെന്റിലേറ്റർ അച്ഛൻ്റെ മാറ്റാറായി, അച്ഛന് തനിയെ ശ്വസിക്കാറായി, നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ അച്ഛൻ്റെ വെന്റിലേറ്റർ പൂർണ്ണമായിട്ട് മാറ്റാം, ഓരോ സ്റ്റേജ് ഓരോ പടി കുറച്ചുകൊണ്ട് വരുവാണ്, അപ്പൊ നമുക്കത് പൂർണ്ണമായിട്ട് മാറ്റാമെന്ന് ഞാൻ വന്ന ഒരു സമയത്താണ്. ഒരു ദിവസം രാവിലെ ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ അച്ഛന് വളരെ പ്രയാസത്തോടെ കിടക്കുന്നതായിട്ട് കണ്ടു. ഞാന് ആളുകൾ വെന്റിലേറ്ററിൽ കിടക്കുന്നു, ICUലൊക്കെ കിടക്കുന്നു, ഞാൻ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്രമാത്രം ഒരാളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നത് അച്ഛൻ അവിടെ കിടന്നപ്പോഴാണ്. നമ്മൾ പോവും, ആളിനെ കാണും, തിരിച്ചിറങ്ങും. പക്ഷെ റെജി അച്ഛൻ അവിടെ കിടന്നപ്പോൾ എനിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അവര് കിംസ് ഹോസ്പിറ്റലിൽ അവര് കൂടുതൽ സ്വാതന്ത്ര്യം തന്നു. കുറച്ചു നേരം നിൽക്കാനായിട്ട്, കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട്, പാടാനായിട്ട് ദൈവം തമ്പുരാൻ അവിടെ ബലപ്പെടുത്തി. അവിടെ 20 പേഷ്യൻസ് കിടന്ന് വെന്റിലേറ്ററിൽ പോയി പ്രാർത്ഥിക്കുക, പാടുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. പക്ഷെ അവിടെ പോയി ഞാൻ ആകെ ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു, പാട്ട് പാടുന്നു, അച്ഛനോട് വാക്യങ്ങൾ പറയും. ദൈവം തമ്പുരാൻ അവിടെയൊക്കെ എന്നെ ബലപ്പെടുത്തിയത്. ഞാൻ അവിടെ പോയി തളരാതെ അച്ഛന്റെ മുമ്പിൽ നിന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ പൂർണ്ണമായി ഈ ഒരു രീതിയിലേക്ക് കടന്നു വരാനായിട്ട് ദൈവം തമ്പുരാൻ ഇടയാക്കിയത്. നിലവിളിക്കുക, ദൈവസന്നിധിയിൽ നിലവിളിക്കുക. നമ്മൾ മനുഷ്യന്റെ മുമ്പിൽ നിലവിളിച്ചിട്ടൊന്നും വലിയ പ്രയോജനമില്ല. അവിടെ ദൈവസന്നിധിയിൽ നിലവിളിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ഇറങ്ങി വരും. ഏത് പ്രശ്നം, പ്രതിസന്ധികൾ നമ്മൾ മുട്ടുമടക്കി നമ്മുടെ റൂമിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ അവിടെ പ്രവർത്തിക്കും. എനിക്കത് മാത്രമേ നിങ്ങളോട് പറയാനായിട്ടുള്ളൂ. നമ്മൾ പക്ഷേ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും ആയിരിക്കത്തില്ല. ഒരുപാട് ദിവസങ്ങൾ എടുത്തു അച്ഛനൊന്ന് നോർമലായി വരാൻ. കിംസ് ഹോസ്പിറ്റലില് അച്ഛൻ ഓക്കെ ആണ്, സ്റ്റേബിൾ ആണെന്ന് പറയാനായിട്ട് ദിവസങ്ങൾ എടുത്തു. എന്നാൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല. ഇന്ന് ലാസർ മരിച്ചു, പെട്ടെന്ന് ഒരു ഉയർപ്പ് അവര് പ്രതീക്ഷിച്ചില്ല. മാർത്തയും മറിയും ഒന്നും പ്രതീക്ഷിച്ചില്ല. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ദൈവം തമ്പുരാൻ അവിടെ പ്രവർത്തിക്കുമെന്ന്. പക്ഷെ പെട്ടെന്നാണ് എന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മള് സമയത്തല്ല ദൈവം തമ്പുരാൻ പ്രവർത്തിക്കുന്നത്. ചില കാര്യങ്ങൾ ദൈവം തമ്പുരാൻ പെട്ടെന്ന് നടത്തി തരും. ലാസറിനെ ഉയർപ്പിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ 4 ദിവസം ആയി എന്ന് കാണുന്നു. അതാണ് ദൈവത്തിന് ഒരു സമയമുണ്ട്. നമ്മള് ദൈവമേ എല്ലാം നടത്തി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ ഒരു സമയമുണ്ട്. ഗോഡ് ഈസ് നെവർ ടു ലേറ്റ്, നോട്ട് ടു എയർലി. തക്ക സമയത്ത് ദൈവം തമ്പുരാൻ പ്രവർത്തിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമല്ല. നമ്മള് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളോടും അധൈര്യപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദൈവം തമ്പുരാൻ ശക്തി തന്നു. നമ്മള് ബഥാനിയയില് യേശു കർത്താവ് അവിടെ വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. യേശു കർത്താവിനെ സ്വീകരിക്കുന്നതായിട്ടൊക്കെ കാണുവാൻ സാധിക്കും. ദൈവത്തോട് അവള് പറയുന്നുണ്ട്, മാർത്ത പറയുന്നുണ്ട്, കർത്താവെ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അത് ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നമുക്ക് തരും. ലോർഡ്, ഇഫ് യു ഹാഡ് ബീൻ ഹിയർ മൈ ബ്രദർ വുഡ് നോട്ട് ഹാവ് ഡൈഡ്. തുടർന്നുള്ള കർത്താവ് പറയുന്നു, Jesus said to her, I am the resurrection and the life. Whoever believes in me, though he die, yet shall be live. And everyone who lives and believes in me shall never die. എന്നിൽ വിശ്വസിക്കുന്നവൻ
മരിച്ചാലും ഒരു നാൾ മരിക്കില്ല, ഒരു നാൾ മരിക്കില്ല എന്ന് പറയും. നമ്മൾ ദൈവത്തിൽ നമുക്ക് വിശ്വാസമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊരു നമ്മളെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ദൈവം തമ്പുരാൻ ഓരോ പ്രശ്നങ്ങൾ തരും. അത് എൻ്റെ ജീവിതത്തിൽ എനിക്കത് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഒരു പ്രശ്നമില്ലാതെ വളരെ സന്തോഷകരമായിട്ട് പോയപ്പോൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ നമ്മൾ ദൈവം തമ്പുരാൻ ഒന്ന് പരീക്ഷിച്ചതാണ്. അത് എത്രത്തോളം നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം അതിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമ്മെ മനസ്സിലാക്കി. നമ്മള് ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളും. നമ്മളിപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കാം. ഇപ്പം വീൽ ചെയറിൽ ഇരിക്കുന്ന അനുഭവത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പറയാനായിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളെ പരിഹസിക്കും, നോക്കി. എന്നാൽ ഞാൻ പലപ്പോഴും അച്ഛനോട് പറയുക, അച്ഛാ, ദൈവം തമ്പുരാന് നമ്മളെ ഇത്രത്തോളം ആക്കി. മറ്റുള്ളവരുടെ പരിഹാസവും നിന്നെയൊക്കെ, ഈ ലോകം അങ്ങനെയാണ്, നമ്മളെ പരിഹസിക്കും. ചിലരുടെ നോട്ടം കണ്ടാൽ വിചാരിക്കും അച്ഛൻ ഏതാണ്ട് വലിയ പാപം ചെയ്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ വീണത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് വലിയ കൊടിയ പാപം ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്. എന്നാൽ അതൊന്നുമല്ല. മരണത്തിന്റെ അവസ്ഥയിൽ കൂടെ അത് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മുടെ അവസ്ഥ ഞങ്ങൾ എത്രത്തോളം ഇപ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, റെജിയേഷനാണ് എല്ലാ കുടുംബത്തിന്റെ എല്ലാം നേതൃത്വം ഇപ്പോഴും നൽകുന്നു. ദൈവം തമ്പുരാൻ അതിനായിട്ട് അനേകര് കൊറോണ ടൈമില് ഞങ്ങള് അഞ്ചൽ ആ പള്ളിയിൽ ഇരിക്കുമ്പോൾ അനേകര് ഒരു അസുഖമില്ലാത്തവരൊക്കെ കൊറോണ വന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു കൊച്ചച്ഛന്, ഒരു ഓർത്തഡോക്സിലെ ഒരു കൊച്ചച്ഛൻ, 3 കുഞ്ഞുങ്ങൾ, കുഞ്ഞു മക്കള്, എല്ലാവരും അഡ്മിറ്റായി. അച്ഛൻ്റെ അമ്മ അഡ്മിറ്റായി, കൊച്ചമ്മ അഡ്മിറ്റായി, കുഞ്ഞുങ്ങൾ അഡ്മിറ്റായി. എന്നാൽ അച്ഛന് ICUലൊക്കെ കിടന്നു. എല്ലാവരും ICUലൊക്കെ കിടന്നു. ഞങ്ങൾ ആ സമയത്ത് അഞ്ചലിലുണ്ട്. എന്നാൽ പിന്നീട് അച്ഛൻ മരണപ്പെട്ടു. അത് അങ്ങനെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേര് ആ സമയത്തൊക്കെ പോയി. എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഒരുപാട് പേര് പോയി. അപ്പൊ നമ്മള് ജീവനോട് ഈ ഭൂമിയിലായിരിക്കുന്നു. എത്രയോ പേര് പോയി. അവിടെ US ആണെങ്കിൽ ഞങ്ങൾ TV കൂടെ ഒക്കെ കണ്ടോളൂ. ബോഡികളൊക്കെ ഒരുമിച്ച് നമ്മൾ വളരെ, അവിടുത്തെ ഫ്യൂണറലൊക്കെ ഞങ്ങൾ എപ്പോഴും ഇവിടെ പറയും, വളരെ ആഘോഷപൂർവ്വം ഒരു ഫ്യൂണറലൊക്കെ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. എല്ലാവരെയും വളരെ ആദരിച്ചാണ് എല്ലാം സംസ്കാര സൃഷ്ടികളെല്ലാം നടത്തുന്നത്. എന്നാൽ അവിടെ ആ ടൈമില് അവിടെ കണ്ട കാഴ്ചകളൊക്കെ നമ്മളെ വളരെ വേദനിപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ ആ ഒരു ഇതൊക്കെ കണ്ടതാണ്. വയനാട്, ഈ അടുത്ത് വയനാടില് സംഭവിച്ചത്, ഉറങ്ങിക്കിടന്ന അനേകർ, കട്ടിലിൽ കിടന്നവർ അനേകർ മണ്ണിനടിയിലായി. നമ്മളൊന്നും ചിന്തിക്കുന്നത് പോലല്ല നമ്മൾ ഈ ലോകം നിലനിൽക്കുന്നത്. നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്ന പോലല്ല. ഇന്ന് അടുത്ത നിമിഷം എന്തോ ആണെന്ന് നമുക്ക് ആർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു ഇത് മറ്റുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നത് മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക. എല്ലാവരും പെർഫെക്റ്റ് അല്ല, എന്നാൽ അത്രേ ഉള്ളൂ. ഞാനും ഈ പറയുന്ന ആളും ഞാനും പെർഫെക്റ്റ് അല്ല. എന്നാൽ ദൈവം തമ്പുരാൻ ഒരു തീയിൽ കൂടി കടത്തിയെന്ന് തന്നെ പറയാം. തീയിൽ കൂടി കടത്തി വിട്ടു. അതാണ് അതിന്റെ ഒരു കറക്റ്റ് വേർഡ്. അതാണ് ദൈവം തമ്പുരാൻ ഒരു വലിയ പ്രതിസന്ധിയാ വന്നത്. എന്നാൽ അതിന്റെയൊക്കെ മധ്യത്തിൽ വളരെ ധൈര്യത്തോടെ നിന്നു. എനിക്ക് ധൈര്യമായിട്ട് പറയാം, ധൈര്യത്തോടെ. വളരെ വിഷമം ഉണ്ടായിട്ടൊന്നും ഇല്ലെന്നല്ല, ഒരുപാട് വിഷമിച്ചു. പക്ഷെ ദൈവം തമ്പുരാൻ ശക്തി തന്നു. ICUല് അച്ഛനെ വന്ന് അവിടുന്ന് 1-2 പേര് ICUൽ വന്ന് കണ്ടു, ഫിലഡൽഫിയയിൽ നിന്ന്. ഞാൻ വെളിയിലിരിക്കുന്ന സമയത്ത് അവര് കയറി ഇറങ്ങിയപ്പോഴൊക്കെ അവര് മെഡിക്കൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ എനിക്ക് അച്ഛൻ കിടന്ന ഒരു 2-3 ദിവസം കഴിഞ്ഞ് എനിക്ക് എന്തോ ആണെന്ന് ക്ലിയർ ആയത്. അച്ഛൻ എന്തോ സംഭവിച്ചതെന്ന് ക്ലിയർ ആയത്. എനിക്കൊന്നും മനസ്സിലാകില്ല എന്തോ പറ്റിയത്. കാരണം അച്ഛനെ വീണ് കിടക്കുന്നത് കണ്ടപ്പോഴും അച്ഛൻ യാതൊരു കുഴപ്പവും ഇല്ല. പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ കുറച്ച് ദിവസങ്ങൾ എടുത്തു. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ ഡോക്ടർമാർ മനസ്സിലാക്കി തരുമ്പോഴും ഒക്കെ ഞാൻ അവരോട് പറയും, അച്ഛന് എഴുന്നേൽക്കും, അച്ഛൻ പഴയ പോലെ ആകുമെന്ന് ഞാൻ ഒരു പ്രത്യാശയോട് ഞാൻ പറയുവാനും. അത് എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാ അത് എന്നെ ധൈര്യപ്പെടുത്തുന്നത് എനിക്കറിയത്തില്ല. പലരോടും ഞാൻ പറഞ്ഞു, അച്ഛൻ പഴയ പോലെ തിരിച്ചു വരും, ഈ അവസ്ഥയൊക്കെ മാറും. അത് പക്ഷെ ഉറപ്പോടൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം വെന്റിലേറ്ററിൽ ശ്വാസമില്ലാതെ അച്ഛൻ കിടന്നു. പിന്നെ ട്രക്കോസ്റ്റമി ഉണ്ടായിരുന്നു ദിവസങ്ങൾ.
കുറെ ദിവസങ്ങൾ വെല്ലൂർ ചെന്ന് കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ട്രക്കോസ്റ്റമി മാറ്റി റിമൂവ് ചെയ്തു. പിന്നെ നെസൽ ട്യൂബും ഒക്കെ വെല്ലൂർ ചെന്നിട്ടാണ് മാറ്റിയത്. ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങൾ കിടന്നു. ഒരു ചായ പോലും കുടിക്കാൻ അച്ഛൻ ആഗ്രഹിച്ചു, പക്ഷെ അതൊന്നും കുടിക്കാതെ കഴിക്കാതെ ഒക്കെ ദിവസങ്ങൾ തള്ളി നീക്കി. പക്ഷേ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വളരെ നിരാശയോടൊന്നും കിടക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് ദൈവം തമ്പുരാൻ അച്ഛനും ഒരു പ്രത്യാശ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് യാത്ര ചെയ്യുകയും ഞങ്ങൾ എത്ര ദൂരം വേണേലും ഞങ്ങൾ യാത്ര ചെയ്യും. ഞങ്ങൾ കാറിലാണ് രണ്ടാമത് ചെക്കപ്പിന് വേണ്ടി വെല്ലൂർ പോയത്, കാറിനാണ് യാത്ര ചെയ്യുന്നത്. എത്ര ദൂരം വേണേലും ഞങ്ങൾ യാത്ര ചെയ്യും. ഞങ്ങൾ പലരെയും വിസിറ്റ് ചെയ്യാറുണ്ട്, ഞങ്ങൾ പല പള്ളികളിൽ പോകാറുണ്ട്. കാണാത്ത പള്ളികളൊക്കെ ഞങ്ങൾ ഈ ഒരു അവസ്ഥയിലാണ് കണ്ടത്. ഇന്നുവരെ കാണാത്ത പള്ളികളും ആളുകളുടെയും ഒക്കെ കാണാനും അവരോട് ഞങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ദൈവതമ്പുരാൻ ബലപ്പെടുത്തി. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം നോക്കുമ്പോൾ കരയുന്നവനായ കർത്താവ്, നമ്മളോടുകൂടെ കരയുന്നവനായ കർത്താവ്, അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നിരാശരായിട്ട് നിൽക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മോടുകൂടെ കരയുന്ന ഒരു കർത്താവാണ്. ലാസറിന്റെ അവസ്ഥ വന്നപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏറ്റവും ചെറിയ വാക്യം നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ജീസസ് വെപ്റ്റ്, യേശു കണ്ണുനീർ വാർത്തു. അത് നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രത്യാശ നൽകുന്നതാണ്. നമ്മൾക്ക് നമ്മളുടെ കരയുമ്പോൾ നമ്മളുടെ കൂടെ കണ്ണുനീർ വാർക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എത്ര പ്രശ്നങ്ങൾ വന്നാലും എത്ര പ്രതിസന്ധികൾ വന്നാലും നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഒരുപാട് നൈസിലൊക്കെ കിടന്നപ്പോൾ എനിക്ക് കാണാതെ ഒരുപാട് പാട്ടുകൾ അറിയാം. എന്നാൽ അതൊക്കെ പാടിയതല്ല. വെന്റിലേറ്ററിൽ അച്ഛൻ കിടക്കുമ്പോൾ ICU കിടക്കുമ്പോഴാണ്. പാട്ടുകളാണ് എന്നെ ബലപ്പെടുത്തിയത്. പാട്ടൊക്കെ പാടുമെങ്കിലും നമ്മുടെ അർത്ഥം, അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അത് പാടുവാനായിട്ട് സാധിച്ചത് അത് അച്ഛൻ ICUയിൽ കിടന്നപ്പോഴാണ്. ഞാൻ നിൻ കൂടെയുണ്ട്, ഞാൻ നിൻ കൂടെയുണ്ട്, ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ഹൃദയം നുറുങ്ങുമ്പോൾ, ഉള്ളം തകരുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ഹൃദയം നുറുങ്ങുമ്പോൾ, ഉള്ളം തകരുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. ജീവിതയാത്രയിൽ ഭാരങ്ങളേറുമ്പോൾ ഞാൻ നിൻ കൂടെയുണ്ട്. നമുക്ക് പ്രത്യാശയും ധൈര്യവും നൽകുന്നത് നമ്മുടെ കർത്താവ് നമ്മളുടെ കൂടെ മനസ്സറിയുന്നവനും സഹതപിക്കുന്നവനും എന്നുള്ള ബോധ്യമാണ് നമുക്ക് പ്രത്യാശ തരുന്നത്. നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ മുട്ടുകളെ ദൈവസന്നിധിയിൽ മടക്കിയാൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും. എന്നാൽ നമ്മൾ മറ്റാരോടും പറയുവാനില്ല. നമുക്ക് കർത്താവിനോട്, കർത്താവിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ ആയിരിക്കാം മുട്ടുമടക്കാം. ഞാൻ ICUയിൽ അച്ഛൻ കിടന്നപ്പോൾ മുട്ടുമടക്കിയ സന്ദർഭം ഉണ്ടായി, നിലവിളിച്ച സന്ദർഭങ്ങൾ ഉണ്ടായി, ഒരുപാട് കരഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായി. എന്നാൽ ദൈവം ബലപ്പെടുത്തി, എന്റെ തോളിൽ തട്ടി ധൈര്യമായിട്ടിരിക്കുക, കരയണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ശക്തീകരിക്കും. അനേക വാക്യങ്ങൾ, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവും. പൗലോസ് അപ്പോസ്തലൻ ജഡത്തിലൊരു മുള്ള് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തമ്പുരാൻ പറഞ്ഞത്, ഞാൻ നിന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം നീ സകലത്തിനും മതിയാവും. അപ്പം എനിക്ക് ഒരുപാട് സമയം മുന്നോട്ട് പോയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനത് ഇത് കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസം, ധൈര്യം, പ്രത്യാശയൊക്കെ നൽകുന്ന ഒരു വേദഭാഗമാണ്. അപ്പൊ നമ്മളെ ബലപ്പെടുത്തുന്നത് നമ്മളുടെ ഈ വചനമാണ്. വചനം വായിച്ചാണ് ഞാൻ ICUയിലോട്ട് കയറിക്കൊണ്ടിരുന്നത്. സങ്കീർത്തനങ്ങൾ വായിച്ചാണ് ICUയിലോട്ട് ഞാൻ കയറിക്കൊണ്ടിരുന്നത്. ദൈവം തമ്പുരാൻ അതിനെ ബലപ്പെടുത്തി. ഞാൻ ഒരു വാക്യം പറയാം. 138-ാം സങ്കീർത്തനം, അതിന്റെ 3-ാം വാക്യം. അതെല്ലാവരും ഒന്ന് കാണാതെ പഠിക്കുന്നതല്ല. 138-ാം സങ്കീർത്തനം 3-ാം വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ ഉത്തരമരളി എന്റെ ഉള്ളിൽ, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് ഉത്തരമരളി എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഈ സങ്കീർത്തനം വളരെ വളരെ സ്വാധീനിച്ചൊരു സങ്കീർത്തനം. നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ
ധൈര്യം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ഒരു വാക്യത്തോടെ ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നു. 138 സങ്കീർത്തനം 3 വാക്യം, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ദൈവം തമ്പുരാൻ ധൈര്യം നൽകി നമ്മളെ ബലപ്പെടുത്തും. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവരോടും, ഞങ്ങളെ വിളിച്ച് അന്വേഷിക്കുന്ന എല്ലാവരോടും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് അച്ഛൻ, കൊച്ചമ്മ, മക്കളൊക്കെ ഞങ്ങളെ വന്ന് വിസിറ്റ് ചെയ്തു. ഒത്തിരി ആളുകൾ ഞങ്ങളെ വന്ന് വിസിറ്റ് ചെയ്തു. ഞാൻ ആരുടെയും പേര് എടുത്തു പറയുന്നില്ല. വരാത്തവരുണ്ട്, വിളിച്ചന്വേഷിച്ചവരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരോടും നന്ദി പറയും. തുടർന്നും എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എനിക്കത് മാത്രമേ നിങ്ങളോട് അപേക്ഷിക്കാനുള്ളൂ. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളും പ്രാർത്ഥിക്കാൻ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളോട് പറയുക, ഞങ്ങളും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്ന. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു കൊച്ചമ്മ. ഇപ്പോൾ ക്ലോസിംഗ് പ്രയറിനായിട്ട് മിസ്സസ് ലീലാമ്മ മാത്യുവിനെ ക്ഷണിക്കുന്നു. മിസ്സസ് ലീലാമ്മ.